തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ചീഞ്ഞു നാറുകയാണ്. ദുർഗന്ധം കൊണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിലെ 10 ലക്ഷത്തിലധികം നിവാസികൾ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമായ ഈ നഗരത്തിനുണ്ടായിരിക്കുന്ന പതനം എത്ര സങ്കടകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കഴിഞ്ഞ 4 ദശാബ്ദക്കാലത്തിലേറെയായി ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത് CPMൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയായിരുന്നു, അല്ലെങ്കിൽ CPM തന്നെയായിരുന്നു. അതിൽ സഹികെട്ട ആളുകളാണല്ലോ ഇപ്പോൾ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 6 മാസം മുൻപ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയെ അധികാരത്തിലെത്തിച്ചത്. BJPയോടുള്ള സ്നേഹമോ അഭിനിവേശമോ ആദർശപരമായ യോജിപ്പോ ഒന്നും കൊണ്ടല്ല തിരുവനന്തപുരത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് അവർക്ക് നേരിയ കഷ്ടിച്ച ഭൂരിപക്ഷം കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു മാറ്റമുണ്ടാകട്ടെ, മാറ്റമുണ്ടാകുമ്പോൾ തിരുവനന്തപുരം നഗരം കുറേ കൂടെ വാസയോഗ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു ഭരണമാറ്റവുമായി BJP അധികാരത്തിൽ വന്നത്. BJP അധികാരത്തിൽ വന്നത് തന്നെ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ്. ഭൂരിപക്ഷമെന്ന് പറയാൻ സാധ്യമല്ല. 2 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് അവർ അധികാരത്തിൽ വന്നത്. ഇവിടെ കാണേണ്ടതായ ഒരു വലിയ സംഗതി, കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് തിരുവനന്തപുരം അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ആകട്ടെ ഒരു കോർപ്പറേഷൻ BJP അധികാരം ഏൽക്കുന്നത്. അന്നിവിടെ എന്തെല്ലാം വലിയ കോലാഹലങ്ങളായിരുന്നു BJP അധികാരത്തിലേറ്റപ്പോൾ. അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രചരണങ്ങളൊക്കെ കേട്ട് ആളുകളുടെ കണ്ണ് മയങ്ങിപ്പോയി. അവർ പറഞ്ഞു, ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട നഗരങ്ങളിലൊന്നാക്കി തിരുവനന്തപുരത്തെ ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാലാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കും എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നഗരം മറ്റൊരു നഗരത്തെക്കാളും മോശമല്ലാത്ത രീതിയിൽ എണ്ണപ്പെട്ട ഒരു നഗരമാക്കുമെന്ന് BJP വലിയ വാഗ്ദാനങ്ങൾ നൽകി. കേന്ദ്ര സംസ്ഥാന സഹായത്തോടുകൂടി, പ്രത്യേകിച്ച് അവർ ഭരിക്കുന്നതായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ അസാധാരണമായ സാമ്പത്തിക സഹായം കൊണ്ടുകൂടി ഈ നഗരം മുഖം മാറ്റി ഒരു വലിയ നഗരമായി മാറ്റുമെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പാവപ്പെട്ട വോട്ടർമാരെ വിശ്വസിപ്പിച്ച ഒന്നാണ് 6 മാസത്തിനകം ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്നറിയപ്പെടുന്ന, കാര്യശേഷിയുള്ള കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന മധ്യപ്രദേശിലെ ഇൻഡോർ അവർ പോയി സന്ദർശിക്കുകയും അതിന് സമാനമായ ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും പറഞ്ഞ ഈ കോർപ്പറേഷൻ അധികാരികൾ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ദുർഗതിയിലാണ്. എന്തൊരു കഷ്ടമാണിവിടെ. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, പ്രത്യേകിച്ച് കാലവർഷം ആരംഭിച്ചപ്പോൾ തിരുവനന്തപുരത്തുള്ള പാവപ്പെട്ട സാധാരണക്കാരുൾപ്പെടെയുള്ള ആളുകൾ മൂക്ക് പൊത്തിയാണ് ഭരണസിരാ കേന്ദ്രത്തിന് മുൻപിലൂടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ എന്തൊരു അപമാനമാണ് ഈ നഗരത്തിന്. ഇത് കാണാനായിട്ടുള്ള ഒരു ത്രാണിയോ അല്ലെങ്കിൽ ഒരു ശേഷിയോ ഇല്ലാതെ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം, കോർപ്പറേഷൻ്റെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിയാതെ പോകുന്നത് എന്തൊരു വലിയ ദുരനുഭവമാണ്. എവിടെ പോയി അവരുടെ വാഗ്ദാനങ്ങളൊക്കെ? ഇന്നിപ്പോൾ നമ്മൾ കാണേണ്ട സ്ഥിതി, തിരുവനന്തപുരം നഗരം സാംക്രമിക രോഗങ്ങളുടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തെരുവു നായ്ക്കളുടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ജലസ്രോതസ്സുകളെല്ലാം മാലിന്യ കൂമ്പാരങ്ങൾ അടിഞ്ഞ് അതിനകത്തെ ഈ ജലത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ പോലും, ഒഴുക്ക് പോലും തടഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ചരിത്രപ്രസിദ്ധമായ ആമയിഴഞ്ചാൻ തോട്, അതുപോലെയുള്ള വളരെയേറെ പ്രശസ്തമായിട്ടുള്ള നഗരത്തിൻ്റെ ഹൃദയഭാഗത്തൂടെ പോകുന്ന തോടുകളെല്ലാം മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് അതിൽ കൂടെ വെള്ളമൊഴുക്ക് തടഞ്ഞിരിക്കുകയാണ്. ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും മുട്ടിനടുത്ത് വരെ വെള്ളമെത്തുന്ന തമ്പാനൂർ, കിഴക്കേക്കോട്ട, അതുപോലെ തീരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അതേപടി തുടരുകയാണ്. എന്താണ് 6 മാസമായി ഈ കോർപ്പറേഷനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡെങ്കിപ്പനി, എലിപ്പനി, മസ്തിഷ്ക ജ്വരം, കോളറ തുടങ്ങിയ രോഗങ്ങൾ പിടിച്ച് 100 കണക്കിന് ആളുകൾ ഇപ്പോൾ ആശുപത്രിയെ അഭയം തേടുകയാണ്. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ പനി കൊണ്ട് വിറയ്ക്കുകയാണ്.
കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ഒരു തലസ്ഥാന നഗരിയിലും ഈ തരം ദുർഗതി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. പക്ഷേ എന്താണ് ഈ BJP നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ തുടങ്ങിയത്, അവർ അധികാരത്തിലേറി ആദ്യമുണ്ടായ അവരുടെ അനുഭവം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം വിലയിരുത്തിയത് ആറ്റുകാൽ പൊങ്കാലയോട് ബന്ധപ്പെട്ടാണ്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ BJP നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ നടത്തിയ ശ്രമമെല്ലാം പാളീഷായിപ്പോയി. 3, 4, 5 ദിവസങ്ങൾ അതിൻ്റെ മാലിന്യങ്ങൾ അതാത് കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടി കിടന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അവർ പറഞ്ഞു, നേരത്തെ നടത്തിയതായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിൻ്റെ പോരായ്മകൾ കൊണ്ട് ഇത് സംഭവിച്ചാണ്. നേരത്തെ നടത്തിയതിന് ആവർത്തിക്കാതിരിക്കാനാണല്ലോ പുതിയൊരു ഭരണ സംവിധാനത്തെ ജനങ്ങൾ വോട്ടെടുത്ത് തിരഞ്ഞെടുത്തത്. നിങ്ങളെക്കൊണ്ട് കഴിയില്ലെങ്കിൽ അധികാരം വെച്ചൊഴിഞ്ഞ് തലയിൽ മുണ്ടിട്ട് നടന്നുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. നിങ്ങളിപ്പോൾ ഏതാണ്ടൊരു ഏടാകൂടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാവി തന്നെ ഇപ്പോൾ അനിശ്ചിതമായിരിക്കുന്നു. നിങ്ങളുടെ ഒരു അംഗം ഇപ്പോൾ കാപ്പ കേസ് പ്രതിയായി ജയിലിൽ കിടക്കുകയാണ്. 101 അംഗങ്ങളുള്ള തിരുവനന്തപുരം നഗരസഭയിൽ 51 അംഗങ്ങൾ വേണ്ടതായ കേവല ഭൂരിപക്ഷം നിങ്ങൾ 2 സ്വതന്ത്രന്മാരെ ചാരി നിന്നപ്പോൾ ഇപ്പോൾ അതിൽപ്പെട്ട ഒരാൾ തന്നെ ഇപ്പോൾ ജയിലിലായി. ഏതാണ്ടിപ്പോൾ നിങ്ങളുടെ ഭൂരിപക്ഷം സാങ്കേതികമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത്ര ദുസ്ഥിതിയാണ് ഈ നഗരസഭയ്ക്കുണ്ടായിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ നഗരസഭാ അംഗങ്ങളൊക്കെ 2ാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു ദുർഗതി ഉണ്ടായില്ലേ? ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടുകേഴ്വിയുണ്ടോ ഇങ്ങനൊരു സംഗതി? കൗൺസിലർമാർ 2 വട്ടം സത്യപ്രതിജ്ഞ ചെയ്യുക. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യം, തിരുവനന്തപുരം നഗരത്തിൻ്റെ ചരിത്രത്തിലാദ്യം. തിരുവനന്തപുരം നഗരവാസികൾ അപമാനം കൊണ്ട് തലകുനിച്ച് നടക്കുകയാണ്. കടുത്ത പനിയും കടുത്ത സാംക്രമിക രോഗം കൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ വലയുകയാണ്. കിച്ചൺ ബിന്നുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഹരിതകർമ്മ സേനയെ യഥായോഗ്യം വിന്യസിച്ച് വീടുകളിലെ മാലിന്യങ്ങൾ ശേഖരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെയായി ചില ബിന്നുകളൊക്കെ സ്ഥാപിച്ച് മാലിന്യങ്ങൾ സംഭരിക്കാൻ തുടങ്ങി. എല്ലാം പൊളിഞ്ഞ് പാളീഷ ഇതാ തിരുവനന്തപുരം നഗരം മുഴുവൻ നാറിപ്പൊഴുക്കുകയാണ്. പാവപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അവർ റോഡരികിൽ തള്ളിയിട്ട് പോവുകയാണ്. കാരണം അവർക്കത് യഥാർത്ഥ കേന്ദ്രത്തിൽ കൊണ്ടെത്തിക്കാൻ വാഹന സൗകര്യമില്ല. ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? നിങ്ങൾ കൊടുത്തതായ കിച്ചൺ ബിന്നുകൾ ഇവിടെ പോയി. ആ കിച്ചൺ ബിന്നുകൾ നൽകിയതായ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ അതിനകത്ത് ചേർക്കേണ്ട ഇനോക്കുലം ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ നൽകിയതായിട്ടുള്ള കമ്പനികൾക്ക് കുടിശ്ശികയാക്കി വച്ചിരിക്കുകയാണ്. അവരതോടുകൂടി അവരുടെ ഈ സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്? നിങ്ങൾ അവിടെ വന്ന് കൊടിവെച്ച കാറിൽ തിരുവനന്തപുരം നഗരത്തിൽ ചുറ്റിക്കറങ്ങി ഞാൻ മേയറാണ്, ഡെപ്യൂട്ടി മേയറാണ് എന്ന് പറഞ്ഞ് അലങ്കാരം ഭാവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകാൻ കാലതാമസം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അടിയന്തരമായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറും തങ്ങളോടൊപ്പമുള്ള ഈ കോർപ്പറേഷൻ കൗൺസിലർമാരും തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. തോടുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം നീക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണം. രോഗമുണ്ടാക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുവാൻ ജാഗ്രതയോടുകൂടി ഇടപെടണം. ആ തരത്തിൽ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയുന്നില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിൻ്റെ തലസ്ഥാന നഗരമാണെന്ന് നിങ്ങൾ മറക്കരുത്. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പാർക്കുന്ന ഒരു നഗരമാണ്. കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ്. ചരിത്രമുറങ്ങുന്ന നഗരമാണ്. ഒരു കാലത്ത് തിരുവനന്തപുരം നഗരം ഇന്ത്യയിൽ ഏറ്റവും ശുദ്ധിയുള്ള നഗരമായിരുന്നു 1/2 നൂറ്റാണ്ടിന് മുൻപ് എന്നുള്ളത് ചരിത്രമറിയാവുന്നവർക്കറിയാം. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഇന്ന് തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും നാറുന്ന നഗരമായി മാറിയിരിക്കുന്നു എന്നത് ഖേദത്തോടും ദുഃഖത്തോടും സങ്കടത്തോടും കൂടിയാണ് ഈ നഗരത്തിലെ 10-15 ലക്ഷം നിവാസികൾ കാണുന്നത് എന്നത് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തിരുത്താൻ ശ്രമിക്കണം. ഒരു കാരണവശാലും ഒട്ടും വൈകാതെ ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സംസ്കരിക്കണം. തോടുകളിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത് മാറ്റണം.
ഈ തോട്ടരികിൽ കയ്യേറ്റമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. വഴിയോരങ്ങളുടെ കച്ചവടങ്ങളിൽ നിയന്ത്രണമുണ്ടാക്കണം. അവരുണ്ടാക്കുന്ന മാലിന്യങ്ങൾ കർശനമായി അവരിൽ പിഴ ചുമത്തി സംസ്കരിക്കാൻ അവരെ കൊണ്ട് തന്നെ നടപടികൾ സ്വീകരിപ്പിക്കണം. അതുപോലെ ഹോട്ടലുകളിലെ മാലിന്യം സംസ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന ഒരു നഗരമായി ഈ തിരുവനന്തപുരം നഗരത്തെ താഴ്ത്തല്ലേ എന്ന വിനീതമായ അപേക്ഷയോടുകൂടിയാണ് ഈ വീഡിയോ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത്.